ക്രിസ്തുവിൻ സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതാ. എന്നെ തന്നെ മറന്ന് ക്രൂശെടുത്തു ഞാൻ. നിന്നയും ചുമന്നുപോം പാളയത്തിൻ പുറം ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, ഘോര വിപത്തുകളിൽ എന്നെ താൻ ശാശ്വത ഭുജങ്ങളാൽ മാറോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 28-ാം സങ്കീർത്തനം 6-ാം വാക്യം. യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ നീതിക്കും ശത്രുക്കളിൽ നിന്നുള്ള വിടുതലിനും വേണ്ടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദാവീദിന് ദൈവം ഉത്തരം നൽകുന്നു. ആ സന്തോഷത്തിലാണ് ദാവീദ് പറയുന്നത്, യഹോവ വാഴ്ത്തപ്പെട്ടവനാണ്, അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. ദൈവം സകലത്തെയും നിർമ്മിച്ചവനും നിയന്ത്രിക്കുന്നവനും പരിപാലിക്കുന്നവനുമാണ്. അവനിൽ നമുക്ക് ശരണപ്പെടാം. നാളെ എന്തായിരിക്കും നമുക്കുണ്ടാകുന്നത് എന്ന് നമുക്കറിയില്ല. എന്നാൽ ഏത് പ്രതിസന്ധിയിലും നിലവിളിച്ചാൽ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവൻ നമ്മുടെ നിലവിളി കേട്ട് ഉത്തരം നൽകും. പ്രിയ സ്നേഹിതരെ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ നിലവിളി കേട്ട് ഉത്തരം നൽകിയ ഒരു ദൈവം നമുക്കുണ്ടല്ലോ. അവനെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം. അവൻ തുടർന്നും നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ഇടപെടുവാൻ മതിയായവനാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാണല്ലോ. ഞങ്ങളുടെ പ്രതിസന്ധികൾ നിലവിളി ഉയരുമ്പോൾ നീ ഞങ്ങൾക്ക് ഉത്തരം അരുളണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.